നമസ്കാരം. യൂണിവേഴ്സ് ഇന്ന് നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവരുടെ ഇടപെടൽ കൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് സെപ്പറേഷൻ ആയിരിക്കുന്നത് എന്നത് കാണാൻ കഴിയുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആണെങ്കിൽ ഏറെ പേരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഈ റീഡിങ്ങിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അവരുടെ സാഹചര്യം, നിങ്ങളുടെ ഈ നോട്ട് കോണ്ടാക്റ്റും ചിലർക്ക് ഏറെ പേർക്കും ലെസ് കോണ്ടാക്റ്റ് ആണ്. ഒരു വീട്ടിലുണ്ടായിട്ടും പരസ്പരം സംസാരിക്കാതെ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു കോണ്ടാക്ട് ഇല്ലാതെ പോകുന്ന ആൾക്കാർ, ഇവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് ജോലിയാണ് മുഖ്യം എന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് അവർക്ക് തരാൻ പറ്റുന്നില്ല. ഈ വ്യക്തിയുടെ ക്യാരക്ടർ നോക്കുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ വ്യക്തി കുറച്ച് സെൽഫിഷും പൊസസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പണം ഉണ്ടാക്കണമെന്നൊരു ഒറ്റ വിചാരമേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഇവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി എന്ത് കാര്യങ്ങളും തീരും, എന്ത് സ്ട്രഗിൾസിലൂടെ പോകാനും, എന്ത് എഫേർട്ട് ഇടാനും, ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കാനും അവർ തയ്യാറാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ കൂടെ നിന്നിട്ട് ഇവർ ഒരുപാട് വിഷമിക്കുന്ന എനർജീസ് കണ്ടിട്ടില്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ബിസിനസ്സിലൊക്കെ ഇവർ ഒന്ന് ഉയർന്നു വരുമ്പോൾ കുറേ ചതികൾ, കൂടെ നിൽക്കുന്നവർ തന്നെ ഇവരെ ചതിക്കുക, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇവർക്ക് ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാസ്റ്റിൽ ഇവർക്കുണ്ടായിരുന്ന ട്രോമാസ് ആണ് എല്ലാ കമ്മിറ്റ്മെന്റിൽ നിന്നും ഇവർ നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. കൂടെയുള്ളവരെ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ ഇവരുടെ കണ്ണു മൂടിപ്പോയി എന്നുള്ള. ഇവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ധാരാളം പണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ പണം ഉണ്ടാക്കാനായിട്ടുള്ള സ്ട്രഗിൾസിലാണ് അവർ. അപ്പോൾ ആ ഒരു സ്ട്രഗിൾസിൽ അവർ മറ്റൊരു കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കുന്നില്ല എന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കാട്ടി കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള നിങ്ങളുടെ പേഴ്സണെയാണ്. ഇപ്പോഴും അവരുടെ ക്യാരക്ടർ മാറിയിട്ട് അവർ നിങ്ങളിലേക്ക് വരുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന എനർജിയാണ് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് ഈ സിറ്റുവേഷൻ അവരെ കൂടുതൽ പണത്തെ സ്നേഹിക്കുന്ന അവർക്കും ഒരു പുതിയ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ സ്പിരിച്വൽ വേയിലൊക്കെ പോകും, പുതിയ മാറ്റങ്ങൾ അവരിലേക്ക് വരും. അതോടെ എല്ലാത്തിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും മാറ്റം വരും. ഓക്കെ, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങും. ഇങ്ങനെ പോയാൽ മാത്രം പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഈ വിഷമിച്ച് നിൽക്കുന്ന കൺഫ്യൂഷനുമായിട്ടുള്ള സിറ്റുവേഷനൊക്കെ മാറിയിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് ന്യൂ ബിഗിനിങ് തന്നെ ഉടനെ തന്നെ ഉണ്ടാവും. അധിക താമസമില്ലാതെ തന്നെ